CPM 92,99,000 കണക്ക് ജനറൽ സെക്രട്ടറി വിട്ടു. കോൺഗ്രസിന്റെ കണക്കുണ്ട്. കോൺഗ്രസ് സ്ഥലം വാങ്ങി വീട് വെക്കേണ്ട പദ്ധതി അവിടെയാണ് ഡിവൈഎഫ്ഐ കൊടികുത്തിയിരിക്കുന്നത്. ഈ സ്ഥലം ഇല്ലെന്ന് പറയാൻ അവർക്ക് പറ്റൂല. അതെന്ന് പറയാം. ഒരു പഞ്ചായത്തിന് ഒരു പെർമിറ്റിന് വേണ്ടിയുള്ള ഒരു ഇതുപോലും കൊടുത്തിട്ടില്ല. ആര് പറഞ്ഞു? കോൺഗ്രസ് വ്യക്തമായി അതുപോലെ സ്ഥലം വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട്. അവർ സ്ഥലം വാങ്ങിയില്ലെന്ന് ഇടതുപക്ഷക്കാർക്ക് പറയാൻ പറ്റൂല. പെർമിഷൻ കൊടുക്കാത്ത സർക്കാരല്ലേ? സർക്കാർ കൊടുത്തു. മേപ്പാടി പഞ്ചായത്ത് UDF ആണെന്ന് സർക്കാരാണ് നൽകി കൊടുക്കേണ്ടത്. ഇത് ചർച്ച ചെയ്യുമ്പോൾ 700 ശതമാനം കോടി രൂപ പിരിച്ചിട്ട് കറക്റ്റ്. അതായത് മേപ്പാടി പഞ്ചായത്ത് ഭരിക്കണ UDF പോലും അവിടെ ഇവർ അപേക്ഷ കൊടുത്തിട്ട് വീട് വയ്ക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. കൊട്ടിക്കോശിച്ച് കോടിക്കണക്കിന് രൂപ കൊട്ടിക്കോശിച്ച് പരിപാടി നടത്തി ഇന്ന് ആ വീട്ടിൽ ഒരാൾക്ക് താമസിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അതില്ലല്ലോ. താക്കോല് കൊടുക്കുമ്പോ മാസം, അതായത് ലീഗ് വീട് കൊടുക്കുമ്പോ ആ ലീഗിനകത്ത് വീട്ടുകാർക്ക് കയറി താമസിക്കാൻ മതി. പക്ഷേ ടൗൺഷിപ്പിൽ വീട് കൊടുക്കുമ്പോ അവിടെ കറണ്ടും വെള്ളവും കൂടി ഉറപ്പാക്കണ്ടായിരുന്നു. അതിനുള്ള ഒരേ ഒരു കാര്യം, ആനയെ പോലെ ആട്ടുകുട്ടിക്ക് ചെയ്യാൻ പറ്റൂല. 174 വീടാണ് സർക്കാർ പണിയുന്നത്. 50 വീട് കൊടുക്കും പോലെ അല്ല, 1000 വീട് കൊടുക്കുമെന്ന് പറഞ്ഞ ആനയും ആട്ടിൻകുട്ടിയും തമ്മിൽ അടിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക്, ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഇവിടെ കുടിലില്ലാതെ പുറത്ത് അവര് അന്തി ഉറങ്ങുന്നുണ്ട്. അതിനൊരു തീരുമാനം ഈ LDF UDF ചെയ്യാം. നരേന്ദ്രമോദി എന്നെ വീണ്ടും തുടർന്ന ഈ വഴിയാധാരം ആവണല്ലോ. കാരണം വന്ന് കൊച്ചിനെ എടുത്ത് ഒക്കത്ത് വെച്ച് അപ്പൊ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച് ഇപ്പൊ കൊടുക്കുന്നു. പക്ഷെ ഒന്നും കൊടുത്തില്ല. അതാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ അത് ഹിന്ദി ഭാഷ അറിയാത്തോണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. നരേന്ദ്രമോദി പറഞ്ഞാണ് 15 ലക്ഷം രൂപ എല്ലാ വ്യക്തിക്കും അക്കൗണ്ടിൽ വരുന്നത്. ഞാനത് പ്രതീക്ഷയാണ് ഇരിക്കുന്നത്. UDF LDF അല്ല, യഥാർത്ഥത്തിൽ പറഞ്ഞത് വിദേശത്തുള്ള കള്ളപ്പണം അത് തിരിച്ചുകൊണ്ട് വന്നാൽ ഓരോരുത്തരുടെയും പോക്കറ്റിൽ 15 ലക്ഷം കിട്ടുമെന്ന്. വീട്ടിൽ വെച്ചിരിക്കുകയാണ് അവര്. കള്ളപ്പണം ഉള്ളത് കോൺഗ്രസിന്റെ കയ്യിലാണ്.